അപ്പോൾ ഞാനിന്ന് നിൽക്കുന്നത് യോർക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ യോർക്ക് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ വൺ ഓഫ് ദി ഹിസ്റ്റോറിക് സിറ്റീസിലൊന്ന് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഷെഫീൽഡ് എന്ന് പറയുന്നത് സൗത്ത് യോർക്ക്ഷയർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് നോർത്ത് യോർക്ക്ഷയർ ആണ്. നമ്മൾ നാട്ടിൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുമല്ലോ, അതേപോലെ ഇവിടെ കൗണ്ടി എന്നാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പം ഷെഫീൽഡ് എന്ന് പറയുന്നത് സൗത്ത് യോർക്ക്ഷയർ എന്ന് പറയുന്ന കൗണ്ടിയിൽ വരുന്നതാണ്. ഇത് നോർത്ത് യോർക്ക്ഷയറിലാണ് വരുന്നത്. പക്ഷേ യോർക്ക്ഷയറിൻ്റെ ക്യാപിറ്റലാണ് ഈ യോർക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ കുറേ പണ്ടത്തെ ടൈപ്സ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളും ഒക്കെ വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിറങ്ങിയതാണ്. അപ്പോൾ ഞാനിവിടുന്ന് ഷെഫീൽഡിൽ നിന്ന് ഒരു 50 മിനിറ്റ്സ് ഒക്കെയാണ് നമ്മൾ ട്രെയിനിൽ ട്രാവലിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ അവിടുന്ന് വന്ന് എങ്ങനെയാണ് നമ്മൾ ഷെഫീൽഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് അവിടുന്ന് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ എന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ഇടാം. നമുക്കപ്പോൾ ഇവിടുന്ന് തുടങ്ങാം. നമുക്കിവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഷെഫീൽഡിൽ നിന്നാണ് ട്രെയിൻ കയറിയത്. രാവിലെ 9:25 ട്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ട്രെയിൻ യൂസ് ചെയ്തിട്ടില്ല, അത്ര ദൂരെ യാത്ര പോയിട്ടില്ല. അടുത്തൊക്കെ ഞാൻ ട്രാമും ബസ്സുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ റെയിൽവേ സ്റ്റേഷനൊക്കെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള നല്ല ക്ലീൻ ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ നമ്മുടെ ട്രെയിൻ ഇതായിരുന്നു. സീറ്റിംഗ് ഒക്കെ ആണെങ്കിലും എല്ലാം നല്ല നീറ്റാണ്. പിന്നെ ഇടയ്ക്ക് ചില സീറ്റിൻ്റെ ഇടയ്ക്കൊക്കെ ഇതേപോലെ ടേബിൾ പോലെ വരാറുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലൈറ്റിലുള്ളതുപോലെ തന്നെ ഇങ്ങനെ സീറ്റിലൊരു സംഭവം കാണും. പിന്നെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ഡോഗൊക്കെ ഉണ്ട്. ഇവിടുത്തെ ബസ്സാണെങ്കിലും ട്രെയിൻ ആയാലും എല്ലാം ഡോഗ് ഫ്രണ്ട്ലി ആണ്. അതിനുശേഷം നമ്മൾ പിന്നെ ഈ ട്രെയിൻ കയറിയിട്ട് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറണമായിരുന്നു, കാരണം ഡയറക്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഡോൺകാസ്റ്ററിൽ ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ വരും. അപ്പം നമ്മൾ ആ സമയം കൊണ്ട് അവിടുത്തെ സ്റ്റാർബക്സിൽ കയറി. നമ്മൾ രാവിലെ ഒരു ഏത്തപ്പഴം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ സ്റ്റാർബക്സിൽ നമ്മൾ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ള കോഫിയൊക്കെ നല്ലതാണ്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം നല്ലത് പുതിയത് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. എനിക്ക് സ്റ്റാർബക്സിൽ ഇഷ്ടമുള്ള കാര്യം അവിടുത്തെ കിച്ചണൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ്. അപ്പോൾ ഈ അപ്പൂപ്പൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു കോൾഡ് ബ്രൂ എന്ന് പറയുന്നൊരു സംഭവമാണ് പറഞ്ഞത്. പിന്നെ വേറൊരു ഐറ്റം ആനന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംഭവത്തിൻ്റെ ഞാൻ കോൾഡ് ബ്രൂ കഴിച്ചപ്പോൾ ഞാൻ ആദ്യം ഇത് മിക്സ് ചെയ്യാതെയാണ് കുടിച്ചത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ മിക്സ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് താഴെയുള്ള ബ്രൂവിന് ഭയങ്കര കയ്പുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുടിച്ചു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ട്രെയിൻ വന്നു. ഈ ട്രെയിനിലൊരു 15-20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ യോർക്കിലെത്തും. അപ്പം എനിക്ക് പോകാൻ നേരത്ത് ആ വിൻഡോ സൈഡ് സീറ്റാണ് കിട്ടിയത്. അപ്പം ഈ ടേബിളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പോകുന്ന വഴിക്ക് ഫുള്ള് നമ്മുടെ നാട്ടിൽ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പം പാലക്കാട് ഏരിയയിൽ കൂടെ ഒക്കെ പോവില്ലേ, അതേപോലെയാണ് മൊത്തം പാടങ്ങൾ. പിന്നെ കുറച്ച് മഞ്ഞ പൂക്കൾ പോലെ എന്തൊക്കെയോ കണ്ടു. അങ്ങനെ നമ്മൾ ലാസ്റ്റ് യോർക്കിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഷെഫീൽഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. കാണാനൊക്കെ ഒരു വെറൈറ്റി, ഒരു രസമുണ്ട് കാണാനൊക്കെ. അപ്പം ഇവിടെ ഫുൾ ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് ഏത് വഴി പോകണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടു നാഷണൽ റെയിൽവേ മ്യൂസിയം പോകേണ്ട ബോർഡ്. അപ്പം ആ വഴി നേരെ നടന്നു. ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മുടെ റെയിൽവേ മ്യൂസിയത്തിൻ്റെ അവിടെ എത്തി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്പോട്ട് എന്ന് പറയുന്നത് റെയിൽവേ മ്യൂസിയമാണിത്, നാഷണൽ റെയിൽവേ മ്യൂസിയം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് എൻട്രി ഫീ ഇല്ല, ഫ്രീ ആണ്. ക്യാമറ അലൗഡ് ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഐഡൻറ്റിറ്റി ID കാർഡ് വല്ലതും കാണിക്കണം എന്നറിയില്ല. സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ID കാർഡൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു, ജസ്റ്റ് കയറിയാൽ മതി. തിരക്കുള്ള സമയങ്ങളാണെങ്കിൽ നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ കയറാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അവിടെ ചെന്നിട്ട് എത്ര പേരാണെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കയറാവുന്നതേ ഉള്ളൂ.
ഇതിപ്പോൾ യോർക്കിലെ നാഷണൽ റെയിൽവേ മ്യൂസിയം ആണ്. അതായത് നമ്മുടെ ബ്രിട്ടീഷ് റെയിൽവേയുടെ പഴയ കുറേ ട്രെയിൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഇവിടെ കുറേ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കാണാം. അകത്തോട്ടൊന്നും കയറാൻ പറ്റില്ല, മീൻസ് പഴയ ട്രെയിൻസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പുറത്ത് വിൻഡോയിൽ കൂടെ അകത്ത് കമ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ VR എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാനും സ്ഥലമുണ്ട്. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 9 പൗണ്ടോ 8 പൗണ്ടോ അങ്ങനെ എന്തോ ആണ് റേറ്റ്. അപ്പം അതെടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ട്രെയിനിൽ പോകുന്ന എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ VR എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്തിട്ടില്ല. നമുക്ക് ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാം. ഇവിടെ കഫേ ഒക്കെ ഉണ്ട്, ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫസ്റ്റ് പ്ലേസ് ഇതാണ്. നമുക്ക് ഇത് കണ്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ നമുക്ക് അകത്ത് കയറാൻ പറ്റുന്നത്. അകത്ത് കയറി കാണാൻ പറ്റുന്ന ഒരു ട്രെയിൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനും ഇതിനകത്ത് കയറി കുറച്ച് നേരം ഇരിക്കാമെന്ന് വെച്ചു. ഇതൊരു ബുള്ളറ്റ് ട്രെയിനാണ്. ഇവിടെ വീഡിയോ ഒക്കെ അവർ കാണിക്കുന്നുണ്ട്. ഇതൊരു ജാപ്പനീസ് ട്രെയിനാണെന്ന് തോന്നുന്നു. ഷിൻകാൻസൻ അങ്ങനെ ഒരു ബുള്ളറ്റ് ട്രെയിനാണിത്. ഇവിടെ കണ്ട ജാപ്പനീസ് ആണെന്ന് തോന്നുന്നു. അതിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് പുറത്തിറങ്ങാം. അങ്ങനെ നമ്മളിവിടെ റെയിൽവേ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ സിറ്റി വാൾസ് ഉണ്ട്, പിന്നെ ഷാമ്പിൾ സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ യോർക്ക് മിനിസ്റ്റർ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലം ഏതാണെന്ന് ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മളിനി അടുത്തത് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിനി അടുത്തത് ഇവിടുന്ന് സിറ്റി വാൾസിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇവിടുന്ന് എത്ര മിനിറ്റ് ഉണ്ട് നടക്കാൻ വേണ്ടി? ഇവിടുന്ന് 23 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പം കുറച്ച് ലോങ് വോക്കായിരിക്കും. നമുക്ക് നടക്കാം. നമ്മളങ്ങനെ വന്ന വഴി കൂടെ ഒക്കെ തന്നെ തിരിച്ച് വന്നിട്ട് ഇതുവഴിയാണ് വീണ്ടും പോകാനുള്ളത്. കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ഞാനിപ്പോൾ ഈ വന്ന വഴിയൊന്നും പ്രത്യേകിച്ച് കാണിക്കാനുള്ള ഒരു സിറ്റി ഏരിയ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഏരിയ ആണ്. നമ്മൾ കുറച്ചുകൂടി നടന്ന് സിറ്റി വാൾസ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ടൗൺ ഏരിയ ആകുമായിരിക്കും. ലാസ്റ്റ് നമ്മൾ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്, സിറ്റി സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സിറ്റി വാൾ ഇതാണ് സിറ്റി വാള്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്യുന്നത് എൻട്രൻസ്. അപ്പോൾ നമുക്കിതൊരു 3.5 കിലോമീറ്റർ അല്ലേ ആനന്ദേ? 3.5 തോന്നുന്നു. അത്രയോ കിലോമീറ്റേഴ്സ് ഈ വോള് നടക്കാനുണ്ട്. പക്ഷെ നമുക്ക് അത്രയും നടക്കാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കാം. പക്ഷെ ഇവിടെ നിന്നാൽ വേറെ കുറേ നല്ല വ്യൂസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഒരു ബാറുണ്ട്, കഫേ ബാർ എന്ന് പറഞ്ഞിട്ടൊരു ബാറുണ്ട്. ഇവിടെ ആയിട്ടാണ് ആ ബാർ വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കുറച്ച് ഒന്ന് നടന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത പ്ലേസിലേക്ക് പോകാം. ഇതിങ്ങനെ നമ്മൾ നടന്ന് കയറിയിട്ട് പോകണം. ഒരുപാട് ദൂരമുണ്ട്. നമുക്ക് ഫുൾ എന്തായാലും ഒന്നും നമ്മൾ കയറുന്നില്ല.
കുറച്ച് നോക്കാം. ഇതുവഴി ഇങ്ങനെ നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ സിറ്റിയുടെ ഒരു വ്യൂ കിട്ടും. മാത്രമല്ല നമുക്ക് പെഡസ്ട്രിയൻസിന് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വേയും ആണ്. ഇവിടുന്ന് ഇത് കുറേ അങ്ങോട്ട് നടക്കണം. പക്ഷേ നമ്മളിപ്പോൾ അത്രയും നടക്കുന്നില്ല. ഇവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പാക്കി തിരിച്ച് നടന്നിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്ങിനും എനിക്ക് തോന്നുന്നു ഒരു 18 പൗണ്ട്സ് സംതിങ് ആണ് ഒരാൾക്ക് വരുന്നത്. തൽക്കാലം ബോട്ടിംഗ് പോകാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നമ്മൾ ടിക്കറ്റ് ഒന്നും നേരത്തെ നോക്കിയതില്ലായിരുന്നു. ഞാൻ കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് കണ്ടതുകൊണ്ട്, പക്ഷേ കോസ്റ്റ്ലി ആണെങ്കിലും എനിക്ക് തോന്നുന്നു പോകുന്നത് വർത്താണെന്ന് തോന്നുന്നു. പക്ഷെ എടുത്തിട്ടില്ലായിരുന്നു ടിക്കറ്റ്. വെതർ നല്ല ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഒരുപാട് ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ നല്ല ചുട്ടുപൊള്ളുന്ന ചൂടുണ്ട്. എനിക്ക് തോന്നുന്നു 17-18 ഡിഗ്രി എന്തേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ തണുപ്പായിരുന്നല്ലോ ഇത്രയും നാൾ. അപ്പോൾ പെട്ടെന്ന് വെയിലായപ്പോഴത്തേനും നമുക്ക് ശരിക്കും ദേഹത്തോട്ട് ചൂടടിക്കുന്നത് അറിയാൻ പറ്റും. നല്ല ചൂടുണ്ട്. ഇവിടുന്ന് എന്തായാലും നമ്മൾ നേരെ നടക്കാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നേരെ നടക്കുമ്പോഴാണെന്ന് തോന്നുന്നു യോർക്ക് മിനിസ്റ്റർ. പക്ഷേ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം അടുത്ത സ്ഥലം ഏതാണെന്ന് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പയ്യെ നടന്ന് തുടങ്ങാം. ആ നേരെ കാണുന്നതാണ് യോർക്ക് മിനിസ്റ്റർ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി ദൂരം കാണുമെന്ന്. പക്ഷെ അത്ര ദൂരം ഇല്ലായിരുന്നു. നമ്മൾ നടന്നു വരുന്ന വഴിക്കാണ് കണ്ടത്. ഞാൻ നിന്ന സ്ഥലത്തു നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. ഇവിടെ നമ്മളൊരു സംഭവം കണ്ടതാണ് യോർക്ക് മിനിസ്റ്ററിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക്. ഇത് റെയിൽവേ മ്യൂസിയത്തിൽ നിന്ന് വരുന്ന ട്രെയിനാണെന്ന് തോന്നുന്നു. റെയിൽവേ മ്യൂസിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി സിറ്റിയിൽ ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഷെഫീൽഡിലൊന്നും ഇത് കണ്ടിട്ടില്ല ഒരു ട്രെയിൻ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. കുറേ ആളുകൾ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിച്ചെടുക്കുമായിരിക്കും. അപ്പോൾ ഇതാണ് യോർക്ക് മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ നമുക്ക് കയറാം. പക്ഷേ അത് 18 പൗണ്ട് 16 പൗണ്ട് എന്തോ ആണ് ഒരാൾക്ക് വരുന്നത്. അകത്ത് കയറാൻ നമ്മൾ ബുക്ക് ചെയ്തിട്ടില്ല. തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് മാഗ്നിഫിഷ്യൻറ്റ് കത്തീഡ്രൽസിൽ ഒന്നായിട്ടാണ് ഈ യോർക്ക് മിനിസ്റ്റർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ 18 പൗണ്ടാണ് എൻട്രൻസ് ഫീ വരുന്നത്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ 16 പൗണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, യോർക്കിൽ താമസിക്കുന്നവരാണെങ്കിൽ എൻട്രി ഫ്രീ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ എൻട്രൻസ് ഫീ ഒന്നും കൊടുക്കണ്ട കയറുന്നതിന്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പം അകത്ത് കയറുന്നില്ല. ഇവിടെ ഒരുപാട് ആളുകൾ ചുറ്റിനൊക്കെ വന്നിരിക്കുന്നുണ്ട്. നല്ല വൈബുള്ളൊരു സ്ഥലമാണ്, പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം പുറത്തുനിന്ന് കാണാൻ തന്നെ ഭയങ്കര വലിയ പള്ളിയാണിത്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്ര നമുക്ക് കാണാൻ പറ്റുന്ന അറിയത്തില്ല. പക്ഷെ നല്ല വലിയ കത്തീഡ്രലാണിത്. അപ്പം നെക്സ്റ്റ് നമ്മളിനി ഇവിടെ ഷാമ്പിൾ സ്ട്രീറ്റ് എന്ന് പറയുന്നൊരു സ്ട്രീറ്റ് ഉണ്ട്. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഒന്നെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വിശന്നു തുടങ്ങി. അതുകൊണ്ട് നമ്മളിനി അടുത്ത ഫുഡ് കഴിക്കാൻ പോകും, അല്ലെങ്കിൽ ഷാമ്പിൾ സ്ട്രീറ്റിലോട്ട് പോകാനാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളപ്പോൾ അടുത്തത് ഫുഡ് കഴിക്കാനാണോ അതോ സ്ട്രീറ്റിലാണോ? സ്ട്രീറ്റിൽ പോയി നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. സ്ട്രീറ്റിൽ പോയിട്ട് ഫുഡ് എക്സ്പ്ലോർ. എനിക്ക് തോന്നുന്നു ആ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കഫേയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രീറ്റ് കാണുന്നുണ്ട്. അതാണോ ഷാമ്പിൾ സ്ട്രീറ്റ് എന്ന് അറിയത്തില്ല. അത് ഗൂഗിളിൽ നോക്കണം. എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം.
അപ്പോൾ അതേ യോർക്ക് മിനിസ്റ്ററിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റോഡിൽ കൂടെയാണ് നമ്മൾ ഷാമ്പിൾ സ്ട്രീറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ ഇങ്ങനെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. ആ അതേപോലെ തന്നെ. പക്ഷേ ഇത് നല്ലൊരു സ്ട്രീറ്റാണ്. ഇത് ഓൾഡ് സ്ട്രീറ്റ്സ് ഇൻ യൂറോപ്പ് എന്ന് പറയും. പിന്നെ ഈ സ്ട്രീറ്റിനെ ഇൻസ്പയർ ചെയ്താണ് മറ്റേ ഹാരി പോട്ടറിലെ ഡയഗണലി സ്ട്രീറ്റ് ഒക്കെ വന്നതെന്ന് കേട്ടിരിക്കുന്നു. ഹാരി പോട്ടർ കണ്ടിട്ടില്ല ഞാൻ, ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഷാമ്പിൾ സ്ട്രീറ്റിനെ കുറിച്ച്. അപ്പോൾ നമുക്കിവിടെ ഷോപ്സൊക്കെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നടക്കാം അല്ലേ, ഇത് വലിയ സ്ട്രീറ്റാണ്, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ നടക്കാം. അപ്പോൾ നമ്മളിവിടെ വാഗമാമ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറാമെന്ന് വിചാരിച്ചു. പുള്ളി ഒരു ബുക്കൊക്കെ തന്നിട്ടുണ്ട്, നമുക്ക് മെനു ബുക്കൊക്കെ തന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നിറയെ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തും ഡൈനിങ് ഏരിയ ഉണ്ട്, പക്ഷെ നമ്മൾ ഇവിടെ പുള്ളി തന്നെ കൊണ്ടുവന്ന് കാണിച്ചിരുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഫ്രീ ഡ്രിങ്ക്സ് ഒക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? എന്ത് ലെമൺ എന്നാ പറഞ്ഞത്? ആ പേര് മനസ്സിലായില്ല. എന്തോ റോസ് ലെമണോ അങ്ങനെ എന്തോ ഒരു ഡ്രിങ്ക് ആണ്. നമ്മൾ ഒരു മണ്ടത്തരം കാണിച്ചു, മണ്ടത്തരമല്ല അവർ കാണിച്ച മണ്ടത്തരമാണ്. നമ്മളത് പക്ഷേ എങ്ങനെ സോൾവ് ചെയ്തു. ഇത് കോംപ്ലിമെന്ററി ഡ്രിങ്ക് അല്ലായിരുന്നു. നമ്മൾ കൂടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇതിന് അവര് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിച്ചു, ആളോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു അത് ടേബിൾ മാറിപ്പോയതാണ്, ഡ്രിങ്ക് ഫ്രം ഇട്ടെന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ 2 നിന്ന് കുടിച്ചുകൊണ്ട് ഈ 2 നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി, മറ്റേത് പുള്ളി കൊണ്ടുപോയി. ഇപ്പം ഇത് മാത്രമേ ഇവിടെ ബാക്കി ഇരിപ്പുള്ളൂ, മറ്റേത് പുള്ളി കൊണ്ടുപോയി. ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഇതും പുള്ളി എടുത്തുകൊണ്ട് പോകാനായിട്ട് ഇരുന്നതായിരുന്നു, പക്ഷെ അതെടുത്തില്ല. ഇത് 6 പൗണ്ടോ 7 പൗണ്ടോ എന്തോ റേറ്റാണ് കാണിച്ചത്. എന്തായാലും നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടി. അത് വെറും വെള്ളമല്ലേ, ആ വെള്ളത്തിനും അതും പേയ്മെൻ്റ് ഉള്ളതായിരുന്നോ? കൊണ്ടുപോയി, മെനു തന്നെ കൊണ്ടുപോയി. പക്ഷെ നമുക്കിതിന് 3 ഗ്ലാസ്സിനും 6 പൗണ്ടായിരുന്നു. നമ്മൾ 2 അതിശാസ്ത്രീയമായി തിരിച്ചു ലഭിച്ചു. അതും കുടിച്ചായിരുന്നു, പക്ഷെ പുള്ളി അത് എടുത്തുകൊണ്ടുപോയി. എന്തായാലും നമുക്കൊരു 10 പൗണ്ടിൻ്റെ സാധനം ആള് മാറിപ്പോയി കിട്ടി. അപ്പോൾ ഒരു ഫുഡ് വന്നിട്ടുണ്ട്. ഇത് എന്താണിത്? രാമൻ. ചില്ലി ചിക്കൻ രാമൻ. ഇത് നൂഡിൽസും സ്പൈസി ചിക്കൻ ഒക്കെ ആയിട്ടുള്ളൊരു ബൗളാണ്. വേറൊരു സീൻ എന്താണെന്ന് വെച്ചാൽ നൂഡിൽസ് ഉള്ളതുകൊണ്ട് ഇത് ഉപയോഗിച്ചാണ് കഴിക്കേണ്ടത്. എനിക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് കഴിച്ചിട്ടില്ലല്ലോ. ഇനി ഒരു ഐറ്റവും കൂടി വരാനായിട്ടുണ്ട്. ഇവിടെ അതേ സ്പൂൺ ഇരിപ്പുണ്ട്. അപ്പം ഇതറിയില്ലെങ്കിൽ ഇത് വെച്ച് നമുക്കിതായിരിക്കും കംഫർട്ടബിൾ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇത് അടുത്ത ഐറ്റം. ഇതിൻ്റെ പേരെന്തായിരുന്നു? ചിക്കൻ കാട്സു കറി. ചിക്കൻ കാട്സു കറി. അതും വൺ ഓഫ് ദി ബെസ്റ്റ് ഐറ്റംസിൽ ലിസ്റ്റ് നമ്മൾ നോക്കിയിട്ട് എടുത്തതാണ് ഇത് രണ്ടും. അതെങ്ങനെയുണ്ട്? എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സ്പൈസി ആ ഒരു ടേസ്റ്റൊന്നും വരത്തില്ല. ഇവിടുത്തെ ഐറ്റംസിൽ വെച്ച് നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഇതൊക്കെ കാണുള്ളൂ. നോർമലി ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് സ്പൈസി ഒന്നും ഇഷ്ടമല്ല. അപ്പം നമുക്ക് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഈ കറിയുടെ ടേസ്റ്റ് ശരിക്കും എനിക്കിഷ്ടപ്പെട്ടില്ല. ചിക്കൻ കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം നമുക്കെന്തായാലും ഇത് ഇനി ഫുള്ള് കഴിച്ച് തീർത്തതിന് ശേഷം
ബാക്കി സ്ഥലങ്ങളൊക്കെ കാണാം. ഇവിടെ കാർട്ടൂണൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് ആളുകൾ ഇങ്ങനെ ഇരുന്നിട്ട്. നമ്മളിങ്ങനെ വഗമാമയിൽ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുന്ന വഴിക്ക് കണ്ടതാണ് ഒരു ഡോണറ്റ് ഷോപ്പ്. കുറേ ഡോണറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒന്ന് കഴിച്ച് ഫില്ലായതേ ഉള്ളൂ. അപ്പോൾ ഇപ്പം കഴിക്കേണ്ടെന്ന് വെച്ചു. പിന്നെ തിരിച്ച് വരുവാണെങ്കിൽ കയറാം. ഒന്നാമതേ ഞാൻ കഴിച്ച് എനിക്കിപ്പോൾ നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. ഡയറ്റിങ് ആകണം എന്ന് വിചാരിക്കുന്നുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് പെയ്യെ അങ്ങ് നടക്കാം. ഇത് ഷാമ്പിൾസ് മാർക്കറ്റാണ്. നമ്മൾ പാളയം മാർക്കറ്റിലൊക്കെ പോവില്ലേ, അപ്പോൾ അതേപോലെ ഇവിടുത്തെ ചെറിയ ചെറിയ ലോക്കൽ ഷോപ്സ്, ലോക്കൽ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്സാണ് ഇതൊക്കെ. ഇവിടെ ഇങ്ങനത്തെ കുറേ ചെറിയ ഷോപ്സാണ് കേട്ടോ. നമ്മൾ ബാഗുകളുണ്ട്, അപ്പുറത്ത് കുറേ തുണികളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അങ്ങനത്തെ കുറേ ഷോപ്സാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇവിടെ നിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഷാമ്പിൾ സ്ട്രീറ്റിൽ തന്നെ കുറേ സ്ട്രീറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം ഓരോന്നിനും ഓരോ ലുക്കാണ്. ഇത് നമ്മൾ മുന്നേ കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു ടൈനി ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ ചെറിയ ഷോപ്സ്, ബേക്ക് ഹൗസ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതാണോ എനിക്കറിയില്ല, ഹാരി പോട്ടറിൻ്റെ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഇതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെയും എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ഷോപ്സുകളുണ്ട് ഇവിടെ. ഇതെന്തിൻ്റെ ഷോപ്പാണ് ആനന്ദേ? എനിക്കറിയില്ല. ചെറിയ ഷോർട്സ് കിട്ടുന്ന ഷോപ്പ്. ഷോർട്സ് എന്താ ലിക്വർ ഐറ്റംസ് ഒക്കെ ഉള്ള ഷോപ്പാണെന്ന് തോന്നിയത്. ഇത് ഹാരി പോട്ടർ സ്ട്രീറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറേ ആളുകളൊക്കെ അതേപോലെ വേഷമൊക്കെ ധരിച്ചിട്ട് നടപ്പുണ്ട്. ഒരുപാട് ആളുകൾ ഈ സ്ട്രീറ്റിലുണ്ട് നമ്മൾ ബാക്കിയുള്ള ഇതിനെ അപേക്ഷിച്ചിട്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് പയ്യെ നടന്ന്, ഇത് മുന്നേ നമ്മൾ കയറി വന്ന ഷാമ്പിൾ മാർക്കറ്റ് തന്നെയാണ്. അപ്പോൾ പയ്യെ ഇവിടുന്ന് നടക്കാം. നമ്മളങ്ങനെ അവിടുത്തെ ചെറിയ സ്ട്രീറ്റിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട്, ഇതൊരു സിറ്റി സെൻറ്റർ ആണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. മറ്റേതുപോലെ അത്ര വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഒരു ജയൻറ്റ് വീൽ കണ്ടു. നമ്മളിങ്ങനെ വന്നപ്പം ഒരു സംഭവം കണ്ടു, ചുറൂസ്. നമ്മൾ ഷെഫീൽഡിൽ ക്രിസ്മസ് മാർക്കറ്റ് വന്നപ്പോഴത്തേനും നമ്മൾ 2-3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുള്ള സാധനമാണ്. അടിപൊളി സാധനമാണ്. പിന്നെ നമ്മൾ ഫുഡ് ഫെസ്റ്റൊക്കെ അവിടെ വന്നപ്പോഴത്തേക്കും നോക്കിയിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ചുറൂസിനെ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു ഗൈസ്. ചുറൂസ് വിത്ത് ന്യൂട്ടല്ല വാങ്ങിക്കാം. ലാർജ് വേണ്ട, ലാർജിന് 9 പൗണ്ട്. ലാർജ് വേണ്ട, റെഗുലർ പറഞ്ഞാൽ മതി. ഇതാണ് ചുറൂസ്. അവർ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ മാറ്റിയിടും. എന്നിട്ടാണ് നമ്മൾ പറയുന്ന ഫ്ലേവർ എടുത്തിട്ട് തരുന്നത്. കണ്ടോ, ആ മെഷീനിൽ നിന്നാണ് ആ സംഭവം വരുന്നത്. ഇങ്ങനെ ആ മെഷീനിൽ നിന്ന് വരുന്ന സംഭവം എടുത്തിട്ടാണ് അവർ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ പറയുന്ന ഫ്ലേവർ എടുത്തിട്ട് തരുന്നത്. നമ്മളൊരു ലാർജാണ് വാങ്ങിച്ചത്. അപ്പോൾ ലാർജിൽ അത്രയും വരും. ന്യൂട്ടല്ല ഫ്ലേവറാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരത് ഒഴിച്ചിട്ട് തരും. നമ്മളിപ്പോൾ അവിടുന്ന് ചുറൂസൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ മ്യൂസിയം ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ പേര്, കഫേ ടീ റൂംസ്. ഇവിടെ ആളുകൾ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറുന്നൊന്നുമില്ല, പക്ഷെ പുറത്ത് നിന്നാൽ നമുക്ക് ഇവരുടെ ഒരുപാട് കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. കുക്കീസൊക്കെയാണെന്ന് തോന്നുന്നു. കുക്കീസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. കുറേ ആളുകൾ ഇവിടെ കയറാൻ വേണ്ടി ക്യൂ നിൽപ്പുണ്ട്. ഇവിടെ ഈ സ്ട്രീറ്റ് കാണുമ്പോൾ എനിക്ക് ശരിക്കും ലണ്ടനിൽ പോയതാണ് ഓർമ്മ വരുന്നത്. കാരണം ലണ്ടനിലെ സ്ട്രീറ്റ് പോലൊക്കെ ഉണ്ട് ഇവിടുത്തെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. റോളക്സിൻ്റെ ഷോപ്പും അങ്ങനെ ബ്രാൻഡഡ് കുറേ ഷോപ്സ് ഒക്കെ കണ്ടു.
ഒരു മ്യൂസിക് ഷോയൊക്കെ റോഡ് ഷോ ഒക്കെ നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഷാമ്പിൾ സ്ട്രീറ്റിൽ നിന്ന് നടന്നിട്ട് തിരിച്ച് വീണ്ടും യോർക്ക് മിനിസ്റ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നു. അപ്പോൾ നേരത്തെ കണ്ട ഐസ്ക്രീം ഷോപ്പിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ റാസ്ബെറി ഫ്ലേവറാണേ പറഞ്ഞത്. ഇപ്പോൾ ലാസ്റ്റ് സ്കൂപ്പായിരുന്നു പുള്ളി തന്നത്. കിടിലാണിത്, കൊള്ളാം. എനിക്ക് കുറച്ച് അധികം കിട്ടി, സ്ട്രോബെറി ഒക്കെ ആയി. എനിക്കും കിട്ടി സ്ട്രോബെറി, 2 സ്കൂപ്പ് ഇട്ട് വന്നു. ഇച്ചിരി കൂടുതലുണ്ട് ലാസ്റ്റ് ആയതുകൊണ്ട്. ഇതപ്പോൾ നമ്മളിങ്ങനെ വരാൻ നേരത്ത് കണ്ടതാണ്. റോഡിൽ കൂടി 2 ഡക്സ്, ഇത് ഡക്കാണോ അതേപോലത്തെ എന്തൊരു സംഭവമാണ്, ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടേക്കോ പോവാണ്. അപ്പോൾ അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുട്ടിയും അതിൻ്റെ അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ അതിനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ വേറെ 2 പേരും കൂടെ കൂടി. അത് പക്ഷേ കൊള്ളായിരുന്നു അതിനെ അത് ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് ഇതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നടന്നു. നമ്മളിവിടെ മ്യൂസിയത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത് ലാസ്റ്റ്. പക്ഷേ അത് ക്ലോസ് ആയി, സൺഡേ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ പിന്നെ എനിക്കിത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ കൊച്ചി മറൈൻ ഡ്രൈവാണ് ഓർമ്മ വരുന്നത്. ഇവിടെ ഈ റിവർ ക്രൂയിസ് ഒക്കെ പോകുന്ന സ്ഥലമാണിത്. അപ്പം ഇവിടെ നിന്ന് ഇനി നമ്മളൊരു 10 മിനിറ്റ് നടന്നാൽ റെയിൽവേ സ്റ്റേഷൻ എത്തും. അപ്പോൾ ഇതുവഴി കയറിയിട്ട് നമ്മൾ നേരെ പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ന്യൂയോർക്കിൽ നിന്നും ഇന്ന് തിരിക്കാൻ പോവുകയാണ്. സമയം ഇപ്പോൾ 6:30 നമുക്ക് 7:30-ക്കാണ് തിരിച്ച് ട്രെയിൻ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമ്മൾ ലണ്ടനിൽ പോയ ആ ഒരു സെയിം വൈബൊക്കെ തന്നെ നമുക്ക് ഇവിടെയും ചില ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തോന്നും. നല്ല സ്ഥലമാണ്. നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ സമ്മറിൽ വരുവാണെങ്കിൽ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ച് ഗ്രീൻ ആയിരിക്കും ഫുള്ള്, അതേപോലെ നല്ല വെതറുമാണ്. നല്ല വെതറും കൂടെയായിരുന്നു, അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾ എപ്പോഴും വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നേരത്തെ നോക്കുക ഇവിടുത്തെ വെതർ എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് ഇന്നലെ വരാനുള്ളത് ക്യാൻസൽ ആക്കിയിട്ട്. ഇന്നലെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ട് ഇന്ന് നല്ല വെതർ ആയതുകൊണ്ട് വന്നു. അപ്പം അടിപൊളി സ്ഥലമാണ്. ഷെഫീൽഡിലുള്ളവർ മസ്റ്റായിട്ട് വന്നിട്ട് വിസിറ്റ് ചെയ്യുക. ഒരു ദിവസം ഒരു ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ രാവിലെ ഇറങ്ങിയാൽ വൈകിട്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പോൾ ബൈ ബൈ. അടുത്തൊരു പുതിയ സ്ഥലമായിട്ട് വരാം. അതുവരേക്കും വണക്കം. ബൈ ബൈ. ബൈ ബൈ.